Welcome back to Bosco Campus Vision. Today we are discussing the subject Labour Law and Industrial Relation of SY-BBA under Kerala University, and myself, Mary Netto, Assistant Professor from Department of Management, Don Bosco College, Kottayam. Now we can going to discuss the safety provisions under the Factories Act, or we can say the Factories Act 1948 laid down the safety provisions. So these are the main provisions under Factories Act 1948 regarding the safety provision. That is, there are 19 provisions regarding this. So let's see one by one. That is, fencing of machinery, work on or near machinery in motion, employment of young person of dangerous machine, striking gear and devices for cutting off power, self-acting machines, then chasing of new machinery, prohibition of employment of women and children near cotton openers, hoist and lifting machines, chains, rope, revolving machinery, pressure plant, floor, stairs and means of access, pits, slums, excessive weight, protection of eyes, precautions against dangerous fumes, precautions regarding the use of portable electric light, precautions against explosive or inflammable dust, gas, etc., precautions in case of fire, employee fitness program, employee wellness programs. So these are the provisions regarding safety under the Factories Act 1948. So let's discuss one by one. That is, first is fencing of machinery. So we already discussed the fencing of machinery. That is, in every factory, every dangerous part of any machine shall be secured, fenced or covered. ഫെൻസിങ് ഓഫ് മെഷീനറി എന്ന് പറഞ്ഞാൽ തന്നെ എന്താണ്, ഡേഞ്ചറസ് ആയിട്ടുള്ള മെഷീൻസൊക്കെ ഉണ്ടെങ്കിൽ അതിനെ നമ്മൾ പ്രോപ്പറായിട്ട് ഫെൻസ് ചെയ്ത്, അതായത് ഒരു ഔട്ടർ കവർ കൊടുത്ത് ഫെൻസ് ചെയ്തിരിക്കണം. അപ്പോൾ ഫെൻസിങ് എന്ന് പറഞ്ഞാൽ ശരിക്കും എന്താണ്, അതിനെ നല്ലൊരു കവർ ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. അപ്പം മാക്സിമം നമുക്ക് എന്താണ് ഡേഞ്ചറസ് ആയിട്ടുള്ള സിറ്റുവേഷൻസിനെ ഒഴിവാക്കുക. ഈവൻ സ്ത്രീകളൊക്കെ ജോലി ചെയ്യുന്നിടത്താണെങ്കിൽ ചിലപ്പോൾ അവരുടെ ഹെയറിൽ മിക്കവാറും ക്യാപ്പുകൾ കാണുമെങ്കിൽ പോലും ചില അശ്രദ്ധയിൽ നമ്മുടെ ഡ്രസ്സുകളൊക്കെ നമ്മൾ മെഷീൻസിൻ്റെ ഇടയിലേക്ക് ചെന്ന് കയറാറുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് മെഷീൻസിനെ നമ്മൾ നല്ലപോലെ ഫെൻസ് ചെയ്തിരിക്കണമെന്ന് പറയുന്നത്. സെക്കൻഡ് ഇസ് വർക്ക് ഓൺ ഓർ നിയർ മെഷീനറി ഇൻ മോഷൻ. ഹിയർ വി ക്യാൻ സേ where in any factory it becomes necessary to examine any part of machinery while the machinery is in motion. That is, such examination shall be made only by a specially trained adult male worker wearing tight fitting clothes to be supplied by the occupier. അല്ലേ, അപ്പോൾ നമ്മൾ ഫെൻസിങ് ഓഫ് മെഷീൻസിൽ മിസ് പറഞ്ഞു അല്ലേ, ഇപ്പോൾ സ്ത്രീകളൊക്കെ ജോലി ആരായാലും പുരുഷന്മാരായാലും സ്ത്രീകളായാലും നമ്മുടെ ഡ്രസ്സ് ചിലപ്പോൾ പറഞ്ഞ് മെഷീൻസിന് ഇടയ്ക്ക് കയറാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ വി ഷുഡ് എന്താണ്, ഒരു മോഷനിലിരിക്കുന്ന മെഷീനറി നമ്മൾ എപ്പോഴും എങ്ങനെ ആയിരിക്കണം, വെയറിങ് എ ടൈറ്റ് ഫിറ്റിംഗ് ക്ലോത്ത്, എപ്പോഴും നമ്മൾ ഒട്ടിയ വസ്ത്രങ്ങളായിരിക്കണം മെഷീൻസ് എടുക്കുന്നത്. കാരണം എന്താണ്, അത് പറക്കാനുള്ള ചാൻസ് കുറവാണ്. സോ എനി ഫാക്ടറി ഇറ്റ് ബിക്കംസ് നെസസറി ടു എക്സാമിൻ എനി പാർട്ട് ഓഫ് മെഷീനറി വൈൽ ദ മെഷീനറി ഈസ് ഇൻ മോഷൻ. അപ്പോൾ ഒരു മെഷീനിൻ്റെ പ്രവർത്തനം നമുക്ക് വിലയിരുത്തണമെങ്കിൽ അത് വർക്ക് ചെയ്യുന്ന സമയത്ത് മാത്രമേ നമുക്കത് വിലയിരുത്താം. അതായത് സ്മൂത്തായിട്ട് പോകുന്നുണ്ടോ, അല്ലെങ്കിൽ അതിന് എത്ര സ്പീഡുണ്ടോ, അതിൻ്റെ പ്രൊഡക്ഷൻ ഒരു മിനിറ്റിൽ എത്ര യൂണിറ്റ്സ് ഉണ്ട് എന്നൊക്കെ നമുക്ക് അറിയണമെങ്കിൽ ആ മോഷനിലിരിക്കുമ്പോഴേ നമുക്കത് വ്യക്തമായിട്ട് അറിയാൻ പറ്റൂ. So such examination shall be made only by specially trained adult male. അത് സ്ത്രീകളെ ഒരിക്കലും ആ ഏരിയയിലേക്ക് ഇതുവരെ ഇല്ല, അങ്ങനെ പരമാവധി ഒഴിവാക്കുകയാണ് ചെയ്യുന്നത്. അപ്പം എന്തുകൊണ്ടാണ് അഡൽട്ട് ആയിട്ടുള്ള അല്ലെങ്കിൽ പുരുഷന്മാരായിട്ടുള്ള ആളുകൾ, എസ്പെഷ്യലി ട്രെയിൻഡ് അഡൽട്ട്സ്, അതായത് നല്ല എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആണുങ്ങളായിരിക്കണം എപ്പോഴും എന്ത് ചെയ്യേണ്ടത്, അങ്ങനെയുള്ള എക്സാമിനേഷൻസ് നടത്തേണ്ടത്. അപ്പോൾ അവരുടെ വസ്ത്രം എങ്ങനെയായിരിക്കും, വെയറിങ് ടൈറ്റ് ഫിറ്റിംഗ് ക്ലോത്ത് ടു ബി സപ്ലൈഡ് ബൈ ദി ഓക്യുപ്പയർ. അപ്പം ഒരു മാനുഫാക്ചർ ആ സ്ഥാപനത്തിലെ സേഫ്റ്റി മെഷേഴ്സ് അനുസരിച്ച് ടൈറ്റായിട്ടുള്ള ഡ്രസ്സുകൾ ഇട്ടിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാൻ, ആ മെഷീൻസിന് അടുത്ത് ചെന്ന് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുക. അല്ലെന്നുണ്ടെങ്കിൽ എന്താണ്, നമ്മളൊന്ന് അല്ലേ അത് ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ നമ്മുടെ ഡ്രസ്സുകൾ പറന്നതി കയറുകയും അത് കുരുങ്ങാനുള്ള ചാൻസ് കൂടുതലാണ്. അതുകൊണ്ടാണ് അങ്ങനെയുള്ള. അപ്പം കൂടുതലും നമ്മൾ എന്ത് ചെയ്യണം, ഒരു ട്രെയിൻഡ് ആയിട്ടുള്ള ഒരു മെയിൽ വർക്കർ ആയിരിക്കണം ഇങ്ങനെയുള്ള കാര്യത്തിന് വേണ്ടി ചെല്ലണം. അതായത് മെഷീൻസിനെ മോഷനിലിരിക്കുന്ന ഒരു മെഷീനറി നമ്മൾ ചെക്ക് ചെയ്യേണ്ടത്. നെക്സ്റ്റ് ഈസ് എംപ്ലോയ്മെൻറ്റ് ഓഫ് യങ് പേഴ്സൺ ഓൺ ഡേഞ്ചറസ് മെഷീൻസ് ഇല്ലേ. അപ്പം പിന്നെ നമ്മൾ ആദ്യമേ പറഞ്ഞു ഇല്ലേ, ചില
ആക്സിഡൻറ്റിൻ്റെ കോസസ് പറഞ്ഞപ്പോഴും പറഞ്ഞില്ലേ, കൂടുതലും യങ് പേഴ്സൺസിനാണ് ആക്സിഡൻസിൽ. കാരണം എന്താണ്, അവർക്ക് ട്രെയിനിങ് ഇല്ല അല്ലെങ്കിൽ എക്സ്പീരിയൻസ് ഇല്ലാത്തത് കാരണം അവരാണ് ഏറ്റവും കൂടുതൽ എപ്പോഴും എന്താണ് ആക്സിഡൻസിൽ സംഭവിക്കുന്നത്. സോ നോ യങ് പേഴ്സൺ ഷാൽ ബി റിക്വയർഡ് ഓർ അലൗഡ് ടു വർക്ക് എനി ഡേഞ്ചറസ് മെഷീൻസ് ഇല്ലേ, അൺലെസ് ഹി ഹാസ് ബീൻ ഫുള്ളി ഇൻസ്ട്രക്റ്റഡ് ആസ് ദി ഡേഞ്ചർ ഇൻവോൾവ് ആൻഡ് ദ പ്രിക്കോഷൻസ് റിക്വയർഡ് or he have received sufficient training to work on the machine. അപ്പോൾ ഒരു യങ് പേഴ്സൺ എന്ന് പറയുമ്പോൾ എങ്ങനെ ആയിരിക്കണം, നോ യങ് പേഴ്സൺ ഷാൽ ബി അലൗഡ് ടു വർക്ക് ഓൺ എ ഡേഞ്ചറസ് മെഷീൻ ഇല്ലേ. ചെറുപ്പക്കാരെ ഒരിക്കലും ഡേഞ്ചറസ് ആയിട്ടുള്ള മെഷീൻസിൽ അവർ വർക്ക് ചെയ്യിപ്പിക്കാറില്ല. ഇൻ കേസ് ദേ ഹാവ് പെർമിറ്റഡ് ഹി ഹാവ് ബീൻ ഫുള്ളി ഇൻസ്ട്രക്റ്റഡ് ടു ദി ഡേഞ്ചർ ഇൻ. ഇനി അങ്ങനൊരു വ്യക്തി ആ മെഷീനിൽ പോകാൻ അനുവദിച്ചിട്ടുണ്ട് എങ്കിൽ അദ്ദേഹത്തിന് എന്തുണ്ടാവണം, നല്ല ഇൻസ്ട്രക്ഷൻസിന് ഡേഞ്ചർ എന്താണെന്നുള്ള ഇൻസ്ട്രക്ഷൻസ് കൊടുത്തിട്ടുണ്ടാകും. അല്ലെങ്കിൽ അതിനുള്ള പ്രിക്കോഷൻസ് എന്തൊക്കെയാണ് നമ്മളവിടെ ആ മെഷീൻസിൻ്റെ അടുത്ത് അല്ലെങ്കിൽ ആ പ്രവർത്തനം തുടങ്ങുന്നതിന് മുമ്പ് നമ്മൾ എന്തൊക്കെ ചെയ്തിരിക്കണം അത് നമ്മളെ പഠിപ്പിച്ചിരിക്കണം. ആൻഡ് ഹി ഹാവ് റിസീവ് സഫിഷ്യൻറ്റ് ട്രെയിനിങ് ടു ദ വർക്ക് ഓൺ മെഷീൻ. ഈ ആ മെഷീൻ എങ്ങനെ പ്രവർത്തിക്കണം അതിന് നല്ലൊരു ട്രെയിനിങ് കിട്ടിയ വ്യക്തിയായിരിക്കണം. അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ യങ് പേഴ്സണെ നമ്മൾ എന്ത് ചെയ്യത്തുള്ളൂ, അതിലേക്ക് പങ്കെടുപ്പിക്കുക അല്ലെങ്കിൽ ആ വ്യക്തിയെ അതിലേക്ക് കൊണ്ടു ചെല്ലുകയുള്ളൂ. ക്ലിയർ വിത്ത് ദി പോയിന്റ്. ആൻഡ് ഫോർത്ത് വൺ, സ്ട്രൈക്കിംഗ് ഗിയർ ആൻഡ് ഡിവൈസസ് ഫോർ കട്ടിംഗ് ഓഫ് പവർ. ഹിയർ ഓൾസോ in every factory, suitable striking gear or other efficient mechanical applicable shall be provided and maintained and used to move driving belt to and from fast and loose pulleys which form part of transmission machinery. അപ്പോൾ അതുപോലെ ഇവിടെയും പറയുന്നത് സ്ട്രൈക്കിംഗ് ഗിയർ ഡിവൈസ്. ഇപ്പോൾ നമ്മൾ എക്സാമ്പിൾ മിസ് എളുപ്പത്തിൽ പറയുന്നത് നമ്മുടെ മില്ലില്ലേ, നമ്മൾ പൊടിപ്പിക്കാനോ ആട്ടാനൊക്കെ പോകുന്ന മില്ല്, ആ മില്ലിൽ ശ്രദ്ധിച്ചാൽ നമ്മൾ ചെല്ലുമ്പം ഇപ്പോൾ നമ്മൾ പൊടിപ്പിക്കാൻ ചെല്ലുന്നൊരു മെഷീനും ആട്ടുന്ന മെഷീനും ചെറിയ ഒരു ബെൽറ്റിൻ്റെ വ്യത്യാസമാണ്. അപ്പോൾ അവരെന്ത് ചെയ്യും, ഓഫ് ചെയ്തിട്ട് ആ ബെൽറ്റ് വലിച്ചിടും, എന്നിട്ട് പിന്നെ അത് ഓഫ് ചെയ്യുന്ന സിസ്റ്റം നമ്മൾ പലരും കണ്ടിട്ടുണ്ടാവും ഇല്ലേ. അപ്പോൾ അതുപോലെയാണ് ചില ഇൻഡസ്ട്രീസിലേക്ക് പറയുമ്പോൾ എന്താണ്, മെഷീൻസിനകത്തൊക്കെ എന്താണ് അപ്ലൈ ചെയ്യുമ്പോൾ അവിടെ ചില ഗിയറുകളോ അല്ലെങ്കിൽ അതിനകത്ത് ബെൽറ്റുകൾ. ഇനി അതും അല്ലെങ്കിൽ മിസ്റ്റർ എക്സാമ്പിൾ പറയാം, എന്താണ് നമ്മുടെ നമ്മൾ റെയിൽവേ ക്രോസിങ്ങിനൊക്കെ ചെല്ലുമ്പോഴത്തേക്ക് അവിടെ ആ ഗേറ്റ് കീപ്പർ അതിൻ്റെ ലോക്ക് മാറ്റുന്നതാണല്ലേ. ട്രാക്ക് നമ്മൾ സിനിമയിലെങ്കിലും കണ്ടിട്ടുണ്ട്, ട്രാക്കിൻ്റെ ഇതിങ്ങനെ വലിക്കുമ്പോഴത്തേക്ക് അതിനകത്ത് ട്രാക്ക് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ മാറും നമ്മൾ കണ്ടിട്ടുണ്ട് ഇല്ലേ. അപ്പം ആ സമയത്ത് അദ്ദേഹം അത് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ വരുന്ന ട്രെയിനിന് അതൊരു അപകടം തന്നെയാണ് ഇല്ലേ. കാരണം എന്താണ്, ട്രാക്ക് മാറി അടുത്ത ലൈനിലേക്ക് അത് പോവുകയാണ്. അപ്പോൾ അതുപോലെയാണ് ഇൻഡസ്ട്രി എന്ന് പറയുമ്പോഴെന്താണ്, ചില ഡിവൈസസിനൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, പവർ ഓഫ് ചെയ്യണം. ചിലപ്പോൾ ഗിയേഴ്സ് ഉണ്ടാവും, ചിലപ്പോൾ അതിൻ്റെ ബെൽറ്റുകളൊക്കെ നമുക്ക് വലിച്ചിടണം, അല്ലെങ്കിൽ അത് തേയുന്നതനുസരിച്ച് നമ്മളത് പുള്ള് ചെയ്യണം. അപ്പോൾ അങ്ങനെ പല രീതിയിലാണ് മെഷീൻസിനെ നമ്മൾ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അവിടെയും നല്ലൊരു എന്താണ് സേഫ്റ്റി ഇല്ലെങ്കിൽ, ഇപ്പോൾ വർക്ക് ചെയ്യുന്ന ബെൽറ്റുകളൊക്കെ നമ്മൾ റെഗുലറായിട്ട് ചെക്ക് ചെയ്തേക്കണം. ചിലപ്പോൾ അത് പ്രവർത്തിക്കുന്ന സമയത്തായിരിക്കാം ബെൽറ്റ് പൊട്ടി ആക്സിഡൻറ്റ് സംഭവിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള കേസുകളിലൊക്കെ നമ്മൾ ആ റെഗുലർ ഇൻസ്പെക്ഷനിലൂടെ അതിൻ്റെ കാര്യങ്ങളെല്ലാം നോക്കി മുന്നോട്ട് പോയിരിക്കണം. ക്ലിയർ വിത്ത് ദി പോയിന്റ്. ആൻഡ് ദ നെക്സ്റ്റ് ഈസ് സെൽഫ് ആക്ടിങ് മെഷീൻസ്. അവിടെ പറയുന്നത് എന്താണ്, നോ ട്രാൻസ്വേഴ്സിങ് പാർട്ട് ഓഫ് സെൽഫ് ആക്ടിങ് മെഷീൻ ഇൻ എനി ഫാക്ടറി, no material carried thereof shall be allowed to run on its outward or inward transverse within a distance of 45 kilometers from any fixed structure which is not part of the machine. ഇപ്പോൾ സെൽഫ് ആക്ടിങ് മെഷീൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്, അവിടെ ഒരു നോ ട്രാൻസ്വേഴ്സിങ് പാർട്ട് ഓഫ് സെൽഫ് ആക്ടിങ് മെഷീൻസ് ഇൻ എനി ഫാക്ടറി or no material carried thereon shall be allowed to run on outward or inward transverse with a distance of 45 centimeter from any fixed structure which is not part of the machine അല്ലേ. അപ്പോൾ ഒരു ചില കേസിൽ സെൽഫ് ആക്ടിങ് മെഷീൻസൊക്കെ ഉണ്ട്. ഇപ്പോൾ പരമാവധി നമ്മളത് ചിലത് ഉപയോഗിക്കും. സെൽഫ് ആക്ടിങ് മെഷീൻസൊക്കെ ആണെങ്കിൽ അതിന് നമ്മളൊരു ഫിക്സഡ് സ്ട്രക്ചർ ഉപയോഗിച്ചിട്ട് അവർ പറയുന്നത് എന്താണ്, ഒരു 45 സെൻറ്റിമീറ്റർ ഡിസ്റ്റൻസ് വരെ ഇല്ലേ നമ്മളെന്താണ് ഒരു മെഷീൻസിനെ അല്ലേ ഓട്ടോമാറ്റിക് അല്ലെങ്കിൽ സെൽഫ് ആക്ടിങ് ആയിട്ട് പറ്റുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, അതിനെ പെർഫെക്റ്റ് ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോയി. അപ്പം ഒരു ഔട്ട്വേർഡ് അല്ലെങ്കിൽ ഇൻവേർഡ് ട്രാൻസ്വേർഷൻ പറയുമ്പോൾ എന്താണ്, ഒരു 45 മീറ്റർ ഡിസ്റ്റൻസിനകത്തെ അവർ ആ സ്ട്രക്ചർ പറയുന്നുള്ളൂ. മെഷീൻസിൽ നിന്ന് വിട്ടു നിൽക്കുന്ന കേസുകളിൽ ആ 45 സെൻറ്റിമീറ്റേഴ്സ് നമ്മളവിടെ പാലിച്ചു. അപ്പോൾ അല്ലാത്ത സിറ്റുവേഷൻസിലൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, സേഫ്റ്റി മെഷേഴ്സ് ഉറപ്പ് വരുത്തി വേണം നമ്മളതിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ. And the next is catching of new machinery. So all machinery driven by power and installed in factory shall be so sucked, enchased or otherwise effectively guarded to prevent the danger. ഇവിടെ പറയുന്നതെന്ന് വെച്ചാൽ എന്താണ്,
ഒരു പുതിയ മെഷീനറി നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ അവിടെ എന്ത് ചെയ്യണം, അതൊന്നേന്ന് നമ്മൾ അതിൻ്റെ പവർ ഇല്ലേ, ഇപ്പം നമ്മളൊരു പഴയ സ്വിച്ച് ബോർഡിൽ തന്നെ കണക്ട് ചെയ്യുന്നതിന് പകരം നമ്മൾ എന്ത് ചെയ്യണം, സപ്ലൈ ഇല്ലേ, ഒരു ഇത്ര മെഷീൻസിന് ഒരു സപ്ലൈ എന്ന രീതിയിലൊക്കെ ആയിരിക്കും നമ്മൾ സെറ്റ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഒരു പുതിയ മെഷീനറി ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ ഫാക്ടറി എന്ത് ചെയ്യണം, അതിന് നല്ലപോലെ വിലയിരുത്തി അതിനെ എങ്ങനെ ഇല്ലേ ഒരു ഡേഞ്ചറിൽ നിന്ന് പ്രിവെൻറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഓവർ സപ്ലൈ വരുന്നുണ്ടോ, അല്ലെങ്കിൽ അതിന് പ്രത്യേക ഫേസ് കൊടുക്കണോ, അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് വേണം ഒരു പുതിയ മെഷീനറി നമ്മളവിടെ സ്ഥാപിക്കാൻ. സോ ക്ലിയർ വിത്ത് ദീസ് പോയിന്റ്, ദാറ്റ് ഈസ് ഫെൻസിങ് ഓഫ് മെഷീനറി, വർക്ക് ഓൺ or near machinery in motion, employment of young person on a dangerous situation, or a striking gear and devices for cutting off power, self-acting machines, or chasing of new machinery. Then next is prohibition of employment of women and children near cotton openers. So here no women or children shall be employed in any part of factory for pressing cotton in which a cotton opener is at work. ഇല്ല, അപ്പം ഇൻഡസ്ട്രീസ് ഇല്ലേ, അപ്പോൾ ഒരു കോട്ടൺ ഇല്ലേ, തുണിമില്ല് അല്ലെങ്കിൽ അങ്ങനെയുള്ള പഞ്ഞിയൊക്കെ വെച്ച് ഉപയോഗിക്കുന്ന മെഷീൻസ്, അല്ലെങ്കിൽ ആ കോട്ടൺ മില്ലൊക്കെ എടുക്കുകയാണെങ്കിൽ അവിടെ സ്ത്രീകളെയും കുട്ടികളെയും ജോലി ചെയ്യാൻ സമ്മതിക്കാറില്ല. കാരണം എന്തുകൊണ്ടാണ്, അങ്ങനെയുള്ള ഏരിയ എന്നൊക്കെ പറയുമ്പോൾ കൂടുതൽ ഡേഞ്ചറസ്. അപ്പം അവിടെ കൂടുതലും പുരുഷന്മാരാണ്. ഇപ്പം സ്റ്റിച്ചിങ് എന്ന് തയ്ക്കുക എന്ന് പറയുമ്പോൾ കുഴപ്പമില്ല, പക്ഷേ ഇങ്ങനെയുള്ള ഇൻഡസ്ട്രി എന്ന് പറയുമ്പോൾ റിസ്ക് കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താണ്, അവിടെ അഡൽട്ടായിട്ടുള്ള മെയിൽസിനെ മാത്രമേ അവർ ജോലിക്ക് എടുക്കൂ. അവിടെ സ്ത്രീകളെയും കുട്ടികളെയും പരമാവധി അവരെന്ത് ചെയ്യും, കോട്ടൺ ഓപ്പണേഴ്സിൽ നിന്ന് മാറ്റി നിർത്താറുണ്ട്. Next is hoist and lifts. So in every factory, every hoist and lift shall be of good mechanical construction, sound material, or adequate strength, and shall be sufficiently protected by ensures, fitted with gates and well maintained. അല്ലേ, അപ്പം ഹോയിസ്റ്റ് ആൻഡ് ലിഫ്റ്റ് നമുക്കറിയാം അല്ലേ, ഇൻഡസ്ട്രിയൊക്കെ ഉണ്ടെങ്കിൽ അവിടെ ലിഫ്റ്റ് സിസ്റ്റം അല്ലെങ്കിൽ ഈ സാധനങ്ങളൊക്കെ ലിഫ്റ്റ് ചെയ്തൊക്കെ എടുക്കാൻ ഹോയിസ്റ്റുകളൊക്കെ ഉണ്ടാവണം. അപ്പോൾ ഇവിടെ നിന്നൊക്കെ പറയുമ്പോൾ എന്താണ്, അതിനെ ആ മെക്കാനിക്കൽ കൺസ്ട്രക്ഷൻ അല്ലെങ്കിൽ ഒരു അത്യാവശ്യം സഫീഷ്യൻ്റ് ആയിട്ടുള്ള ഫിറ്റ് അല്ലെ ഗേറ്റുകൾ അല്ലെങ്കിൽ വെൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടായിരിക്കണം ഇങ്ങനെയുള്ള സാധനങ്ങൾ നമ്മൾ, അല്ലാതെ തുരുമ്പിച്ച സാധനങ്ങളൊന്നും ആയിരിക്കരുത്. അപ്പോൾ ഹോയിസ്റ്റും ലിഫ്റ്റും ഒക്കെ മെയിൻറ്റെയിൻ ചെയ്ത് അതിനെ അതിൻ്റേതായ ഒരു പെർഫെക്ഷനിൽ നമ്മളെപ്പോഴും ഇൻഡസ്ട്രി കൊണ്ടുപോയിരിക്കണം. Next is lifting machines, chains, ropes and lifting tackles. അപ്പോൾ ഇവിടെയും പറയുന്നത് എന്താണ്, എവറി ഫാക്ടറി, എവറി ലിഫ്റ്റിംഗ് മെഷീൻ or every chain, rope or the purpose of raising of lowering person, goods or material shall be of good construction, sound material, adequate strength, free from defects and properly maintained. അപ്പോൾ അവിടെയും മെഷീൻസ് ലിഫ്റ്റ് ചെയ്യുന്ന അല്ലേ, ലിഫ്റ്റിംഗ് മെഷീൻസ് ഉണ്ടാവും, ചെയിൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് ക്രെയിൻസ് ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലേ, ചെയിൻ വെച്ചൊക്കെ വലിക്കുന്ന, അല്ലെങ്കിൽ റോപ്സ് ആവും. ഇതെല്ലാം എങ്ങനെയായിരിക്കണം, മെയിൻറ്റെയിൻ ചെയ്ത് സീറോ ഡിഫക്ട്സ് ആയിരിക്കണം. അതായത് ഓയിലൊക്കെ ഇട്ട് അല്ലെങ്കിൽ നല്ലൊരു അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇപ്പോൾ നമ്മൾ ഈ ലോജിസ്റ്റിക്സ് ഒക്കെ കണ്ടിട്ടില്ല, വലിയ ഗുഡ്സൊക്കെ അവൾ ട്രെയിനിൽ ഇങ്ങനെ വലിച്ച് മുകളിലേക്ക് എടുക്കുമ്പോഴായിരിക്കും ചിലപ്പോൾ അത് പൊട്ടി വീഴുന്നത്. അപ്പോൾ ഇതൊക്കെ കറക്റ്റിന് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്ത് അതിനെല്ലാം പെർഫെക്റ്റ് ആക്കി വെക്കുക. Next is revolving machines, that is effective measures shall be taken in every factory to ensure that safe working, peripheral speed of every revolving vessel, cage, basket, flywheel, pulley, disc or similar appliances driven by power is not exceeded. അപ്പം ഇനി പറയുന്ന റിവോൾവിങ് മെഷീൻസ് അല്ലേ, കറങ്ങുന്ന മെഷീൻസ് എന്ന് വേണമെങ്കിൽ പറയാം. അപ്പം ചില എന്താണ് പുള്ളീസ് ആവാം, ഡിസ്ക്, ഫ്ലൈ വീൽസ്, ഇപ്പം സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്നത്. ഇപ്പോൾ ചില മെഷീൻസിലൊക്കെ പറയുമ്പോൾ അതിനകത്ത് ഡിസ്കുകളൊക്കെ ഇടയ്ക്കിടയ്ക്ക് മാറ്റണം, കാരണം തേഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ സ്പീഡ് കുറയും. അപ്പോൾ ആ സ്പീഡ് കുറയുമ്പോൾ നമുക്ക് എന്താണ് പ്രൊഡക്ഷൻ അതിനനുസരിച്ച് കുറയും. ഇപ്പോൾ നമ്മളെ വീട്ടിൽ മിക്സി ഇല്ലേ, മിക്സിയുടെ ആ മോട്ടറിനകത്ത് എന്തെങ്കിലും കംപ്ലയിൻറ്റ് വന്നു കഴിഞ്ഞാൽ അറിയാനായിട്ടുള്ളൊരു ബുദ്ധിമുട്ട്, അല്ലെങ്കിൽ ബ്ലേഡ് ഇല്ലേ തേഞ്ഞ് പോയി കഴിഞ്ഞാൽ അത് അറിയത്തില്ല എന്ന് പറയുന്ന പോലെയാണ് ചില മെഷീൻസിൻ്റെ കേസുകളിൽ എന്താണ്, അവിടെ നമ്മൾ ഈ റിവോൾവിങ് മെഷീൻസൊക്കെ ആണെങ്കിൽ അതിൻ്റെ ഡിസ്കോ പുള്ളിയോ അല്ലെങ്കിൽ ഫ്ലൈ വീൽസോ ഇതെല്ലാം നമ്മൾ എന്ത് ചെയ്യണം, മെയിൻറ്റെയിൻ ചെയ്ത് അത് കറക്റ്റ് സപ്ലൈ വരുന്നു, അല്ലെങ്കിൽ പവർ ഉണ്ടോ ഇല്ലയോ, അല്ലെങ്കിൽ അതിൻ്റെ സ്പീഡ് ആക്യുറേറ്റ് ആണോ എന്നൊക്കെ നമ്മൾ എപ്പോഴും നോക്കി റെഡിയാക്കി വെച്ചിരിക്കണം. ആൻഡ് ദ നെക്സ്റ്റ് ഇസ് pressure plant. So if in any factory, any plant or machinery or any part thereof is operating at a pressure above atmospheric pressure, effective measures shall be taken to ensure that the same working pressure of such parts are not exceeded. അപ്പോൾ ഇവിടെയും പ്രഷർ പ്ലാന്റ്സ് ഇല്ല, അതായത് വലിയ വലിയ പ്ലാന്റ്സുകൾ, അതായത് വലിയ മെഷീനറീസ് ഒക്കെ ഇരിക്കുന്നതിനെയാണ് നമ്മൾ പ്ലാന്റ് ആൻഡ് മെഷീനറി പ്ലാന്റ് എന്ന് പറയുന്നത്. അപ്പോൾ അവിടെയും നമ്മൾ എന്താണ്
ഒരു അറ്റ്മോസ്ഫിയറിക് പ്രഷർ കാൽക്കുലേറ്റ് ചെയ്ത്, അതായത് ആ ഇരിക്കുന്ന സ്ഥലത്ത് ഈ പ്ലാന്റിന് അല്ലെങ്കിൽ ഇതിൻ്റെ പവർ വരുമ്പോഴത്തേക്ക് ആ അറ്റ്മോസ്ഫിയറുമായിട്ട് നോക്കിയിട്ട് ഇതിന് അതിനുള്ള കറക്റ്റ് ആക്യുറേറ്റ് സ്പേസ് ആണോ, അല്ലെങ്കിൽ വർക്കിംഗ് പ്രഷർ എക്സീഡ് ചെയ്യുന്നുണ്ടോ, അല്ലെങ്കിൽ അത് കറക്റ്റായിട്ട് മുന്നോട്ട് നീങ്ങുന്നുണ്ടോ ഇല്ലേ എന്നൊക്കെ നമ്മളത് പ്രഷർ ആ പ്ലാന്റിൻ്റെ പ്രഷർ നോക്കിയിരിക്കണം. അപ്പം നമുക്ക് തന്നെ അറിയാം, ഇപ്പം നമ്മൾ നേരത്തെ മിസ് പറഞ്ഞ എക്സാമ്പിളാണ്, മിക്സിയിൽ ഒരു ലിമിറ്റ്സിനപ്പുറം നമുക്ക് അതിനകത്ത് സാധനങ്ങളിട്ട് അരയ്ക്കാൻ പറ്റത്തില്ല. അപ്പോഴത്തേക്ക് മോട്ടറിൽ വല്ലാത്ത സൗണ്ടൊക്കെ കേൾക്കും. അപ്പോൾ അല്ലെങ്കിൽ നമ്മൾ ആവശ്യത്തിന് വെള്ളം ഒഴിക്കണം. വെള്ളം ഒഴിക്കാതെ നമ്മൾ അതിനകത്ത് മിക്സ് ചെയ്യുമ്പോഴും അതിനൊരു പ്രത്യേക സൗണ്ട് അല്ലെങ്കിൽ സ്റ്റക്ക് ആവുകയൊക്കെ ചെയ്യും. അപ്പോൾ അതുപോലെയാണ് വലിയ വലിയ മെഷീൻസൊക്കെ ഉപയോഗിക്കുമ്പോഴും അതിനൊരു മാക്സിമം പ്രഷറുണ്ട്. ആ പ്രഷർ കീപ്പ് ചെയ്ത് അതിന് മുന്നോട്ട് പോകുന്നുണ്ടോ ഇല്ലയെന്നൊക്കെ നമ്മൾ നോക്കണം. So these are the various safety provisions regarding employees, or the Factories Act 1948 lay down the following safety provisions. So there are some other safety provisions also. We can discuss the next class in detail more. So today we discuss the 11 points regarding the safety provisions, that is fencing of machinery, work on or near machinery in motion, employment of young person on dangerous machine, then striking gear and devices for cutting off power, self-acting machines, chasing of new machine, or prohibition of employment of women and children near cotton opener, hoist and lift, lifting machine, chains, ropes, then revolving machine, and the last we discuss pressure plant. So this is the end of today's section. The balance provisions will be discussed in the next session. So I hope you are clear with the points. To prepare well, study well. Thank you.